ആനിവേഴ്സറി ആയിട്ട് അമ്മയുടെ ആട്ട് വാങ്ങാനാണ് നിന്റെ നോക്കാം. ഞാൻ വിചാരിച്ചു എന്നെ കണ്ടിട്ടായിരിക്കും പിള്ളേർ കൈ കാണിക്കുന്നത്. നോക്കുമ്പോ ആരോ ഇവിടെ ആളില്ലാത്തതിനെ കൊണ്ട് ക്യാമറയിൽ നോക്കിട്ട് ചോദിക്കുന്നുണ്ട്. ഇനിയുണ്ടാ നോക്കൂ. RJ സൂരജിനെയും അക്ഷയജി അശോകിനെയും ബാറിൽ കണ്ടു ഒരു വാർത്ത കേട്ടോ. ആരാ വന്ന നോക്കിയേ. അത് ചത്തുപോയിട്ട് ഇതിപ്പോ അമ്മയുടെ അടുത്ത ആട്ട് കേൾക്കാൻ വേണ്ടി പോണോ? മൂപ്പർ എന്നോട് ചോദിക്കാം, നിങ്ങൾ ഫോണൊന്നും മൈൻഡ് ആക്കാണ്ട് എടുത്ത് കൊടുക്കുന്ന ആളാണല്ലേ. ഞാൻ താറാക്കൂട്ടം കേറാക്കുന്നു. ആ കോഴി എന്റെ കാലിന് വെറുതെ കൊത്തിയിട്ട് പോയി. പുതിയൊരു കോഴി വന്ന സമയത്ത് കോമ്പറ്റീഷൻ അറിയില്ലല്ലോ. പുതിയ കോമ്പറ്റീഷൻ ആയിട്ടായിരിക്കും. എല്ലാരും പുറത്തുണ്ട് ഇപ്പൊ. നീ ഏതാ പുതിയൊരുത്തർ ഇവിടെ? അതുപോലെ ഈ വീട്ടിലെ ഓംകാര ശങ്ക രാവിലെ എഴുന്നേറ്റിട്ട് അധ്വാനം തുടങ്ങും. പലതരത്തിലുള്ള അധ്വാനങ്ങൾ. നമുക്ക് അവളുടെ കാര്യങ്ങൾ ചെയ്യാൻ പോലും സമയമില്ല. ഇന്ന് ആകെ കൊടുത്ത പണിയാണ് പുറത്തിറങ്ങിയ കോഴീന്റെ ഉള്ളിൽ കയറണം എന്നുള്ളത്. അതെങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോയിക്കോളൂ. അതാ ഭയങ്കര ഭയമാണല്ലോ. ആക്ച്വലി ഇന്ന് വീട്ടില് താറാവ് കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് താറാവിനെ വാങ്ങാൻ വന്നതാണ്. അപ്പൊ വഴിയിൽ ജീവനുള്ള താറാവ്. പിന്നെ സമുദ്ര ബാറിന് മുമ്പിൽ ഒരു ചേട്ടൻ ചെറിയ താറാവുകളെ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുന്നു. നാട്ടുകാർ പറയും നിന്റെ ഓളയും ബാറിന് മുമ്പിൽ കണ്ടില്ലോ കേട്ടോ. ഇത് കണ്ടിട്ട് വന്നതാ. ഇത് എത്രയാണ്ടാ? 5 350. ഇങ്ങനത്തെ ഒന്നിനല്ലേ പണ്ട് കൊണ്ടുപോയത്, എന്നിട്ട് ചത്തുപോയത്. വാങ്ങണോ? വാങ്ങിയാലോ? വാങ്ങിക്കാൻ നിക്കൊന്നുമില്ല. ഇതൊന്നൊരു ഭംഗിയില്ല. എല്ലാം ഒരേപോലെ എലീന്റെ കുട്ടികളെ പോലെ വേണ്ട, ഞങ്ങക്ക് താല്പര്യം ഇല്ലാതെ പോന്നത്. അയ്യോടാ, ഞാനൊക്കെ തിരിച്ചു വരുമ്പോഴത്താ പോലെ എടീന. മുതലാളി പിടിക്കാൻ വരുന്നേന്നുള്ള ഭാവത്തില്. അല്ല അണ്ണാ, ഞാനൊരു കാര്യം കേട്ടെ, നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉണ്ടാ? ഗൂഗിൾ പേ ഉണ്ടാ ഇങ്ങനക്ക്? ഇതെല്ലാം ആണും പെണ്ണും ഉണ്ടായില്? എത്ര ഉണ്ടായില് ഇപ്പൊ? 2 ആണും 3 പെണ്ണും. 4 പെണ്ണും. എന്റെ ഗൂഗിൾ പേ. പിന്നെ ഭാഗ്യവും വന്നിട്ട് അതിന്റെ ഇടയില്. അടുത്തോ? അത് ടോപ്പായി. ഇവള് ഇതില് ഏതെങ്കിലും ആണിനെയും പെണ്ണും എങ്ങനെ തിരിച്ചറിയാൻ വെച്ചപ്പോ അവിടെ ഒരു ചേട്ടൻ നല്ല തരിപ്പിലേക്കുന്നുണ്ട്. ആ ചേട്ടൻ പറഞ്ഞു, ഭൗതിക ജീവിതത്തിൽ പുരുഷനും സ്ത്രീയും ബന്ധപ്പെടുമ്പോഴാണ് മക്കളെ ആണും പെണ്ണും ഉണ്ടാവുന്നത്. പുള്ളി ബാർഡോബലായതുകൊണ്ട് ക്ലാസ് എടുക്കാം. ടോപ്പായിരുന്നു. മധുരം കുറച്ചിട്ടൊരു ചായ. മലക്കല്ല, ഞാൻ വെറുതെ കറുപ്പ് കൊടുത്തതേ ഉള്ളൂ. ഒരു സ്റ്റൈലിൽ കൊടുത്തതേ ഉള്ളൂ. അയ്യപ്പനി എല്ലാവർക്കും പുണ്യം കൊടുക്കുന്ന സമയത്ത് കറുപ്പെടുത്ത ആൾക്കാർക്ക് മൊത്തം കൊടുക്കുന്ന നിനക്ക് തന്നോട്ട് റിസ്ക് ഇല്ലാണ്ട്. ആനിവേഴ്സറി ആയിട്ട് അമ്മയുടെ ആട്ട് വാങ്ങാനാണ് നിന്റെ നോക്കാം. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. ഇത് കണക്കായിട്ടാണ് ഇങ്ങനത്തെ വെള്ളിയും കൊണ്ട് പോണത്. ദൈവമേ, ഈ വണ്ടിയില് ഇതിങ്ങനെ നീ തുറന്നിട്ടേക്കാണോ? വാട്ട് കോക്കനട്ട്? അപ്പൊ എല്ലാം ഉള്ളി നോക്കിയേ വണ്ടീന്റെ ഉള്ളിൽ അവിടെ ഇടയ്ക്ക് ഉണ്ടാവും. 6 വണ്ടീന്റെ ഉള്ളിൽ മൊത്തം നടക്കുകയാണ്. ഇനി കൊറേ നേരം ചിൽ സൗണ്ട് വെക്കേണ്ടി വരുമല്ലോ. അപ്പൊ അന്ന് തിരിച്ചു വരും വാങ്ങിയാൽ മതിയെന്നല്ലേ? പിന്നെ ഇത്ര ഡിമാൻഡുള്ള സാധനല്ലേ. ഓടായിരുന്നു ബാറിന്റെ മുമ്പിൽ നമ്മൾ രണ്ടും കൂടിയിട്ട് ഇതിന്റെ മുന്നിൽ നോക്കുന്ന അടുത്ത് കൗതുകത്തോടെയാണ് 2-3 പൂസന്മാര് വന്നിട്ട് നോക്കിയത്. അല്ലാണ്ട് വേറൊന്നല്ല. ഇവൻ അതിന്റെ ഇടയ്ക്ക് ഒരു ചേട്ടൻ നല്ല തരിപ്പും പുറത്ത് വന്നിട്ട് അത് ആണാണോ പെണ്ണാണോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ള ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. തലയിൽ കറുപ്പുള്ളതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ നോക്കിയപ്പോ 4 തലയിൽ കറുപ്പ പഠിച്ചവനറിയത് വലുതായാലേ. 2-3 ആൾക്കാർ വന്നിട്ട് ക്ലാസ് എടുത്തു. ഒരു ചേട്ടൻ എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാവുന്നതെന്നുള്ള ക്ലാസ് എടുത്തു. ഒരു ചേട്ടൻ ഇതിൽ എങ്ങനെയാണ് മറ്റേ താറാവിന്റെ കളർ തിരിച്ചറിയാന്നുള്ള ക്ലാസ് എടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോവാണ് ഇപ്പൊ. നമ്മളങ്ങനെ ശ്രീകണ്ഠാപുരം ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്.
വൈകുന്നേരമായി. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നങ്ങാണ്ട് ശ്രീകാര്യം ടൗണിൽ വരണമെന്ന് വിചാരിച്ചതാ, നടന്നില്ല. ഇന്ന് ലാസ്റ്റ് നാളെ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് വരാൻ പറ്റും. ആഴ്ച ഇവിടെ ഒരു പാർക്കിംഗ് കിട്ടിപ്പോയി. പക്ഷെ അത് അതിന് മുമ്പിൽ 2 സ്കൂട്ടി ഉണ്ട്, കുഴപ്പമില്ല. ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലായിടത്തും ചുവന്ന കുപ്പായങ്ങളൊക്കെ. പണ്ടത്തെ താറാവ് ചത്തുപോയി. അപ്പൊ ഇനിയിപ്പോ വീണ്ടും പുതിയ താറാവിനെ വാങ്ങി. അതിന് വെക്കാൻ പറ്റിയ പെട്ടി ഇതിപ്പോ വീട് വരെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവർ മാറ്റിയിട്ടേ. അപ്പൊ ഞാൻ ഇവരുടെ കടയിലുള്ള പെട്ടി കണ്ടിട്ട് അത് ചോദിച്ചിട്ട് വന്നതാ. കടയിൽ നിന്ന് അത് ചത്തുപോയിട്ട് ഇതിപ്പോ അമ്മയുടെ അടുത്ത ആട്ട് കേൾക്കാൻ വേണ്ടി പോണോ? വേറൊരു കഥ അറിയാം എനിക്ക്. പണ്ടത്തെ താറാവിന്റെ കഥ ഇവർക്കൊക്കെ അറിയാം. അവര് ചോദിച്ചു പണ്ടത്തെ താറാവ് ചത്തുപോയപ്പോന്ന് ചോദിച്ചു. അത് ഇത്രയും ഓർമ്മിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാ. ഇത് അടുത്ത സീസൺ ഓഫ് താറാവാണ് ഇവിടെ ജനിക്കുന്നത്. ഇതും വേഗം ചത്തുപോകാനുള്ള സാധ്യതയല്ല കാണുന്നുണ്ട്. അതിലൊറ്റൊന്ന് മാത്രമേ ചത്തുപോയിട്ടുണ്ടായി, അത് കാല് വയ്യാൻ. അത് നമ്മൾ 3 എണ്ണത്തിനാ വാങ്ങിയത്. അതെന്തിനാ? ഓക്സിജനാ? ഓക്സിജൻ. ഓരോരോ ന്യൂസ് പേപ്പർ എടുത്തരോ നോക്കിയവരോട്. അതെന്തിനാ? ശ്രീകണ്ഠാനം ബസ് സ്റ്റാൻഡ് ഏറ്റവും ആക്റ്റീവായിരിക്കുന്ന ഒരു വൈകുന്നേരം കേട്ടോ. ഇത്രയും ആളൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാ ആരൊക്കെയോ മരിച്ച പേപ്പറാണ്. നമുക്ക് കഴിക്കാനുള്ള താറാവിനെ വാങ്ങാം. അതായത് കഴിക്കാനുള്ള താറാവിന് ഇറച്ചി വാങ്ങാൻ വേണ്ടി വന്നതാ. അപ്പോഴാണ് ജീവൻ. അത് കൊന്നാ പാവം തിന്നാ തീരുന്ന് പറയുന്ന പോലെ ഒന്നിനെ കൊല്ലുമ്പോ ഒന്നിനെ വളർത്തിയിട്ട് ആ 6 വളർത്തിയിട്ട് തീർക്കാണ്. കാക്കേനെ വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോ ശ്രീകണ്ഠാരത്ത് വന്നു കഴിഞ്ഞാൽ ഒരു അരിമുറുക്ക് വാങ്ങാനുണ്ട്. കൊണ്ടുപോവാ. ഏതാ അരിമുറുക്ക്? ചെറുതാ ഞാൻ പറഞ്ഞത്. റൗണ്ട് അതല്ല, ഇതിനും ചെറുതുണ്ട്. ഒരു സെറ്റ്. അതന്നെ ഇതന്നെ ഈ സാധനം. പണ്ട് 50 പൈസക്ക് ഒന്ന് വാങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പൊ എത്ര? 50 ഉറുപ്പ്യ. മൂപ്പർ എന്നോട് ചോദിക്കാം നിങ്ങൾ ഫോണൊന്നും മൈൻഡ് ആക്കാണ്ട് എടുത്ത് കൊടുക്കുന്ന ആളാണല്ലേ എന്ന്. എനിക്ക് ഇന്നാന്ന് മനസ്സിലായില്ലേ. അപ്പൊ കളങ്കാവിലെ ഡയലോഗാ. താങ്ക് യു. എനിക്കെന്നെ ഓർമ്മയില്ല എന്തെല്ലാം പറഞ്ഞതുള്ളത്. അത് താറാവല്ല, അത് കോഴിയാ. എന്നാ അതിന്റെ മുന്നേ അത് ചുരുണ്ട് കൂടി കിടക്കുന്ന കോഴിയാ. അതിനത് അതെന്താ ചുരുണ്ട്? എനിക്ക് മീൻ നോക്കണാ. താറാവ് ഇറച്ചി കഴിക്കണം എന്നുള്ള ആഗ്രഹം എന്തിനാന്ന് അറിയില്ല. ഞാൻ ഇന്നലെ കഴിച്ചില്ല. ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ലേ. ഐ ആം നോട്ട് റെക്കമെൻഡിങ്. രാതുമോള് പറയുന്നത് ഡക്ക് റോസ്റ്റും വെള്ളയപ്പം ഉണ്ടാക്കാന്ന്. ഏടുന്ന് വന്നാകുമ്പോ പെട്ടെന്നൊരു ഐഡിയ. താറാവില്ല, ഇറച്ചിയായിട്ട് താറാവിനെ കിട്ടിയില്ല. ജീവനിലേനെ കൊണ്ടുവന്നിട്ടെന്ന് പറയാം. അവൾ അവിടുന്ന് വെജിറ്റബിൾസ് വാങ്ങുന്നു, ഞാനിപ്പുറത്ത് ചിക്കൻ വാങ്ങുന്നു. താറാവിനെ കിട്ടിയില്ല, അതുകൊണ്ട് ചിക്കനിലേക്ക് ഒതുക്കി. ശ്രീകണ്ഠാരത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പപ്സ് കഴിക്കുന്നുണ്ട്. സെഞ്ചൂട്. ഇതെല്ലാം ഞാൻ പണ്ട് പോകുന്ന ബസ്സുകളാ. ഹൈ വന്നിട്ട് സാറ് നല്ല സുന്ദരനായല്ലോ. രാതുമോൾ നടരാജ പ്രതാപ വർമ്മയായിട്ട് വരുന്ന ഒരുപാട് ദൂരം നടന്ന് വരുന്ന. ഞാൻ കുടുംബത്തോടെ വിശ്വസിക്കൂല. എല്ലാം ലേറ്റിട്ട് വർക്കൗട്ട് ആയില്ലേ? ഇപ്പൊ നടന്നതിന്റെ സൗന്ദര്യം കാണാനുണ്ട്. ഈ വണ്ടിയിൽ കൊറേ ആൾക്കാരുണ്ടല്ലോ. ഒന്ന് തട്ടിയേ, പുതിയ പ്ലാൻ. ഒന്ന് തട്ടിയേ. മക്കളെ ആരെ വാങ്ങി? താറാക്കൂട്ടം കേറാക്കുന്നു. അതിന്റെ ആൾക്കാർ ചോദിച്ചത് പഴയ താറാവ് എന്തായത്? എന്ത് ചെയ്യാം? ആരെ വാങ്ങാം, ആരെ വളർത്താം? പോവാ. എന്നിട്ട് എല്ലാം ആക്കി തന്നിട്ട് ഉളങ്ങ് പോയിക്കോളൂല്ലോ. ബാക്കിയുള്ളവർക്കല്ലേ പണി. ഹലോ ഹോയ് എന്നെല്ലാം വിളിച്ചു വരുന്നത്. ഇവിടെ ഒരു മില്ലിൽ വന്നിട്ട് ഇനിയിപ്പോ താറാവിന് ഇതാക്കാൻ വേണ്ടിട്ട് അറക്കപ്പൊടി വാങ്ങണം പോലെ. അവർക്ക് അറക്കപ്പൊടി എടുക്കാൻ വേണ്ടി വന്നേക്കുന്നു. ആ റൂമിലുണ്ട് ആള്. അത് പൂട്ടിയിട്ട് പോയി. ഇവിടുത്തെ ആളൊന്നുമില്ല. ആരോ ഇവിടെ ആളില്ലാത്തവരെ കൊണ്ട് ക്യാമറയിൽ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്.
ഇല്ലടാ അവര് പോയി ഈ സമയത്ത് ഈ അറക്കപ്പടി നിലത്തുള്ളത് വാരിക്കോ കുഴപ്പമില്ല. ഇച്ചിരിയല്ലേ നിങ്ങളിത് ഇതാക്കാണല്ലോ, വ്യാവസായിക അടിസ്ഥാനത്തിൽ വരാനല്ലോ. ആ തെളിവ് ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ട് നിന്നെ ചോദിച്ചാ പൈസ കൊടുക്കാം. അവള് ആ നമ്പറിൽ വിളിച്ചിട്ട് ഒരു ചാക്ക് ഓർഡർ ചെയ്ത്. എനിക്കിപ്പോ ഈ 6 താറാവിന് എന്തിനാ ഒരു ചാക്കൊക്കെ? അങ്ങനൊക്കെ ഉണ്ട്. അതിനിപ്പോ ഇത് എടുക്കണോ? അതിനതിലെ പേയ്മെന്റ് കൊടുക്കണ്ടേ? ആ കാശും കൊടുത്തിട്ട് എടുക്കുന്ന പിള്ളേര്. അയ്യോ വണ്ടിയിൽ ഇത് കയറ്റൂലേ, പൊടിയാ. ഞാൻ ഇന്നലെ കഴുകിയ വണ്ടിയാ, വാക്കും ചെയ്ത വണ്ടിയാ. കെട്ടും കെട്ടി മിഷൻ സക്സസ്. കം ഓൺ. അമ്മേ ആരാ വന്നു നോക്കിയേ? ടപ് 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 ടപ്. പറയാൻ പറ്റും എനിക്ക്? തുറക്ക് തുറക്ക്. ഹാപ്പി ആനിവേഴ്സറി. ആ അതാ വലിയ സമ്മാനം. അത് വാസ്റ്റല്ല, വസ്ത്രമഹല് അവിടുത്തെ പെട്ടിയാ. എടുക്ക്. എന്തായിരിക്കും ഗസ് പറ ആദ്യം. എന്നാലും ഗസ് പറയാം. എന്തായാലും സാധനം എന്തായിരിക്കും? മട്ടൂർക്ക് താറാവിന്റെ കുട്ടികളെ കോഴിക്കുട്ട താറാവാങ്ങായി. ഇനി നിങ്ങൾക്ക് ഒരു കൊണ്ടുപോയിക്കോ. പണ്ടിട താറാവിന് വൻ മൈലേജ് ആയിട്ട് ഇപ്പൊ വസ്ത്രമാലി പെട്ടെടുക്കാൻ പോയ പാച്ചേട്ടൻ ചോദിച്ചു, അപ്പൊ പഴയ താറാവോ എന്ന് വെച്ചു. അതൊക്കെ താറാവ് വാങ്ങാൻ റോസ്റ്റാക്കാ പറഞ്ഞു. ജീവനുള്ളതായ കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ ഈ വീട്ടിലെ താറാവ് സെലിബ്രിറ്റി പശു ആ മൈലേജ് കിട്ടുന്നില്ല. ഇത് അത്രയാന്നേ. 5 എണ്ണത്തിന് 350. 6 തരുന്ന ചോദിച്ചു. അയാൾ 6 തന്നു. പിന്നെന്താ വേണ്ടത്? പിന്നെ എടുത്തോന്ന് പറഞ്ഞു. നാളെ കുറുക്കന്മാര് ക്യൂ ആയിരിക്കുമല്ലോ. പുതിയ സാധനം വന്നിട്ടുണ്ട്, ഫ്രഷ് സാധനം. അതിന് നിങ്ങളൊന്നും ചെയ്യുന്നു വേണ്ട. അന്നത്തെ പോലെ കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് സന്തോഷത്തോടെ താഴെ വീണ് ചാവരുത്. ഇവിടെ വന്നിട്ട് മേലേന്ന് ചാടിച്ചെത്തുന്നാവരുത്. ആ അടുത്തൊരു കുളം കുഴിക്കണം. ആ സായി അതെടുക്ക്. കഴുത്തിൽ പിടിക്കാനൊക്കെ പേടിയാണ്. അങ്ങനെ പിടിക്കണ്ടെങ്കിലും അതല്ലേ പിടിക്കണ്ടേ? ഓപ്പണാണ്. അൺലോക്ക്. ഈ അത് റോഡിലൊക്കെ ഇതാക്കിയതാണ്. എടുത്തോ അത് സാധനം അതെന്നാവൂലോ. ആ കാലിത്തീറ്റും കോഴിത്തീറ്റും ഒന്നല്ല. 100 ഉറുപ്പ്യ എടുത്തിട്ട് ഒരു ചാക്ക് നിറയെ സാധനം കിട്ടിയേ. അല്ല അറക്കപ്പൊടി. ഇവള് പറഞ്ഞു അറക്കപ്പൊടിക്ക് 100 ഉറുപ്പ്യാന്ന് ഇവള് പറഞ്ഞു. അവന് 100 ഉറുപ്പ്യക്ക് ഒരു ചാക്ക് നിറയെ സാധനം കിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സാധനം കിട്ടും? ഇപ്പൊ 100 ഉറുപ്പ്യക്ക് ഒരു ചാക്ക് നിറയെ സാധനം അത് ഫുൾ പാക്കാ. ആള് പൊടിയായി. അത് തട്ടിട്ട ഇന്ന് കഴിക്കാൻ വേണ്ടി RJ സൂരജിനെയും അക്ഷയാജി അശോകിനെയും ബാറിൽ കണ്ടു ഒരു വാർത്ത കേട്ടോ. ഞങ്ങൾ അവിടുന്ന് പറഞ്ഞു ബാറിന്റെ മുമ്പ് ഇത് വാങ്ങുന്നത്. ബാറിന്റെ മുമ്പ് നമ്മളിത് വാങ്ങുന്ന സമയത്ത് ഒരു ചേട്ടൻ നല്ല തരിപ്പും പുറത്ത് വന്നു. അപ്പൊ അക്ഷയ് ചോദിക്കുകയാണ് ഈ താറാവിൽ ആണ് ഏതാണ് പെണ്ണ് ഏതാണെന്ന് എങ്ങനെ തിരിച്ചറിയാന്ന്. അപ്പൊ അയാളിങ്ങനെയാണ്, മോളെ അത് ഭൗതികമായ അന്തരീക്ഷത്തിൽ ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായിട്ടുള്ള സംവിധാനമാണ്.
ഒരു പുരുഷനും ഒരു സ്ത്രീയും ശരീരങ്ങൾ തമ്മിൽ പങ്കുവെക്കുമ്പോഴാണ് ആണും പെണ്ണും ഒക്കെ ഉണ്ടാവുന്നത്. അയാൾ അതിന്റെ ക്ലാസ് എടുത്തു ആളാണ്. അയാൾ കുറെ അങ്ങനത്തെ വാക്കൊക്കെ ഉപയോഗിച്ചത്. അത് കഴിഞ്ഞപ്പോഴേക്ക് വേറൊരു ചേട്ടൻ വന്നിട്ട് താറാവിനെ എങ്ങനെ വളർത്തണം എന്നുള്ള രീതിയിൽ ക്ലാസ് എടുത്ത്. വേറൊരു ചങ്ങായി വന്നിട്ട് പിന്നെ ഒരാൾ ലോട്ടറി കൊടുത്തെന്ന്. പിന്നെ ഈ ലോട്ടറി അടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിൽ വേറൊരാളുടെ ഒരു പാണ്ഡിത്യം നടന്ന ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തൊരു തട്ടുകടി ഉണ്ടായിരുന്നു. അവിടുത്തെ ചായയെ പറ്റിയിട്ടും മുട്ടേനെ പറ്റിയിട്ടും ഒക്കെ ഉള്ള വേറൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ 3-4 ക്ലാസ്സുകൾ ഉൾപ്പെടെ കൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം വാങ്ങിട്ട് വരുന്നത്. എന്നാൽ ബാറിൽ പോയി ഒരു ചങ്ങായി എന്നെ വിളിച്ച് അർജസ്വരജിനെയും അക്ഷയനെയും ബാറിൽ കണ്ടു. അത് ഞങ്ങൾ അവിടുന്ന് പറഞ്ഞു. ഇത്രയാളോട് സംസാരിച്ചോണ്ട് അവരിങ്ങനെ ഇതാകുമ്പോ ഞങ്ങളും അതിനിടക്കായിട്ട് ആടുന്നു. ഓനത് പുറത്തു വരില്ല, കാരണം ഓനാടിയാ പോയി. നിങ്ങളെല്ലാം കൊറേ സാധനം കൊണ്ടുവന്നില്ലേ? ആ സാധനത്തിനിടയിൽ എന്റെ സാധനം മുങ്ങിപ്പോയി, ഞാൻ മറന്നുപോയി. എന്നത് ബത്തക്ക പടത്തിലുണ്ടല്ലോ സിനിമയിലെ പോലെ ചേട്ടൻ സാരി കൊടുക്കുമ്പോ അന്യം പരിക്കൂടെ തരാറുണ്ട്. ഞാൻ ബത്തക്ക കൊണ്ടുവന്നിട്ടുണ്ട്. രാധു നിനക്ക് വേണ്ടി കൊണ്ടുവന്നേക്ക് നോക്കൂ. ഞാൻ എന്താ കൊണ്ടുവന്ന നോക്ക് നോക്കൂ. സതുവേട്ടൻ എന്താ കൊണ്ടുവന്നേ നോക്കൂ. സതുവേട്ടല്ല, പരിപ്പ് കേട്ടാ. എന്റെ ബത്തക്ക മുങ്ങിപ്പോയി ഇന്ന് താറാവിന്റെ ഇടയില്. ആ ബത്തക്ക മുറിക്കടി, അതാദ്യം കഴിക്കാം. ഇതെന്താ തൈരാ? ഇത് നിനക്ക് നോക്കിക്കൊണ്ട് കേക്ക് തൈര്. ഞാൻ ഇത് ദൂരെ നിന്ന് കണ്ടപ്പോ ഒരു കേക്കിന്റെ സംഭവം ഡിസൈനിലുള്ള ആടെ വന്ന് നോക്ക്, ഇവിടെ വന്ന് നോക്കുന്ന തിരിയത്. അതൊന്നും വേണ്ടേ. നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും. നിങ്ങൾക്കുള്ള നെയ്ച്ചോറും ചിക്കനും നിങ്ങൾ ഉണ്ടായിക്കോ. അങ്ങനെ നിർബന്ധമില്ല. ബത്തക്ക മുറിക്കണേ, ബത്തക്ക മുറിക്കേ. ഇതിന്റെ മറ്റേ ഭാഗിക്ക് ഇങ്ങനെ ചോന്നാലാണ്ട് വേറെ കളറാവുക. എന്നാ മുറിക്ക് മുറിക്ക് മുറിക്ക്. ഞാൻ ആദ്യമായിട്ട് കഴിക്കാത്തത് സാധനം. അല്ല, ഞാനാണ് ഇതുവരെ കഴിക്കാത്തത്. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നോ? ഇപ്പോൾ നിങ്ങൾ യെസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചരിത്രം അല്ല. നിങ്ങളിപ്പോൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസത്തെ പോലെ ഈ ദിവസം കടന്നു പോകും. മറിച്ച് നിങ്ങളുടെ ഒരു യെസ് ഇപ്പൊ വന്നാ നടക്കൂ. ഇപ്പൊ വന്നാ പറഞ്ഞാ കൂട്ടാൻ വരും. കളങ്കാവൽ കത്തി നിൽക്കുന്ന നായകരോടൊപ്പം ഒരു നൈറ്റ്. നായകൻ മമ്മൂക്കേട്ടാ. ഒരു നായകനൊപ്പം നമ്മളെ നായകൻ. മറ്റേ ഇവൻ പറഞ്ഞ പോലെ ഖത്തറിന്റെ ഷാരൂഖ് ഖാന്റെ ഒപ്പം ഒരു ദിവസം. ഇതിനാണ് പുറത്തുനിന്ന് ഹൈപ്പ് ഉണ്ടാക്കാനുള്ള ആളല്ലേ ഇവിടെ തന്നെ ഉണ്ടല്ലോ. വാ ഇങ്ങോട്ട് വന്ന ഞാനൊന്നും ചെയ്തില്ല. വാ. അതിന് അയാളുടെ കയ്യിലുള്ള വടിയും പ്ലാസ്റ്റിക്കിന്റെ കവറും വാങ്ങായിരുന്നു അല്ലേ? അതാണ് അതിന്റെ കൺട്രോൾ. അതാ അതിന്റെ കോഡ് കേട്ടോ. കണ്ടാ, അതാ അതിന്റെ കോഡ്. നീ വിളിച്ചു നോക്കിയേ, അതാണ് കോഡ്. തീറ്റല്ല, വെള്ളം ഒരെത്രയോ നേരം നടന്നല്ലേ അതാണ്. അയാള് അയല് കൂട്ടത്തിലുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒന്ന്, അതായത് അയാള് പറഞ്ഞതാ ഒന്നായിരുന്നു, അതാണ് ആണെന്ന്. കാട വാങ്ങിയിരുന്നു. കാടക്ക് ഇതുപോലെ ഓമനത്തുണ്ടാവുമല്ലോ. കാടനെ പൊരിച്ചൊന്നും നല്ല പറ്റുള്ളൂ. കാടന്റെ മുട്ട അത്രേ ഉള്ളൂ. ഇതാകുമ്പോ തന്നെ ഇതിങ്ങനെ വെള്ളത്തിൽ നീന്തുന്നൊക്കെ കണ്ടുകൂടെ. 1000 സൂര്യത്തിന് തുല്യാന്ന് ഞങ്ങൾക്ക് വേറെ ലുക്കാവോ ഇനിയിപ്പോ? ഇവിടെ ഹെയർ സ്റ്റൈൽ എടി ഉള്ള മുടി പൊരിച്ചുകളയല്ല, നീ പിടിച്ച് വരയ്ക്കുമ്പോ അത് ഉള്ളത് പോവാണ്. എന്താണ് ഉദ്ദേശിക്കണത്? താജ്മഹൽ പണിയും അതാണ് അവള് ഉദ്ദേശിക്കണത്. പക്ഷെ ഓള് പിടിച്ച് പറിക്കാണ്. 4-5 മുടി ഇപ്പൊ പൊട്ടി. ഇത് ഭയങ്കര അത്യാവശ്യമുള്ള കാര്യാ. ഇതിപ്പോ നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാനെങ്ങനെ ചീകുന്നറിയാം, ഈ സൈഡിൽ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ ചീകു ചെയ്യാം. എടി അത് പൊട്ടുന്നുണ്ട് ഇപ്പത്തെ. ഇല്ലാണ്ടോ? ജടയാ
നീ നിന്റെ മുടിയിൽ ഇതുപോലെ ചെയ്തിട്ടാ എനിക്ക് ഇത്രയും മുടിയായി പോയത്? അത് കട്ട് ചെയ്തതാ. മുടി ഉണ്ടെങ്കിൽ മുടി കെട്ടേണ്ടി സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമായിട്ട്. അവക്ക് മുടി കെട്ടണം എന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ അവരെ സ്കൂളിൽ മുടി കെട്ടാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ തലയിൽ അത് കൊണ്ട് ആഗ്രഹം തീർക്കുന്നു. നീ ഇതെന്താ ഉദ്ദേശിക്കുന്ന? മറ്റേ രാധാകൃഷ്ണൻ ആക്കണം എന്നെ? അല്ല, അത് നമുക്ക് നടുക്കുന്ന പൗപ്പെല്ലാം എടുത്തിട്ട് അപ്പുറത്തും ഇപ്പുറത്ത് നീ കെട്ടിയിട്ട് റിബണൊക്കെ വെക്കണോ? ഇവിടെ വലിയ അംഗത്തിലാ. വാട്ട് കോക്കനട്ട് ഈസ് ദിസ്? നീ 974 ലേഡീസ് സലൂണിലേക്ക് വരുന്നോ? അവിടെ ഇങ്ങനത്തെ ഒരാളുടെ വേക്കൻസി ഉണ്ട്. എന്നാ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ്. ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് വരുന്നാ? ഇനിണ്ടാ? എന്നാ ഞാനൊന്ന് കഴിച്ചോട്ടെ. ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ചെയ്താലോ? ബാക്കി ഇത്രയും ടഫ് സാധനങ്ങൾ ചെയ്യുമ്പോ നമുക്ക് ഡൂപ്പിനെ വെച്ച് ചെയ്താലോ? സായിജിനെ പിടിച്ചിരുത്തിയാലോ? സായിജിനെ വെച്ച് ചെയ്തോ? ഓൺ ചെയ്തോ ബാക്കി? ഇല്ല ദൂരമില്ല. ഇത് ഞാൻ ഇനി ഇതും കൊണ്ടാ ഞാൻ പോകുള്ളൂ. നോക്കൂ എന്നെ അതുമോൾ, നിനക്ക് ശേഷം താങ്ക് യു സോ മച്ച്. ഇതെല്ലാം അവളുടെ ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്നത്. അടുത്തവണ ഇങ്ങനെ തന്നെ ചെയ്തു തരുമെന്നാണ് ഉദ്ദേശിക്കുന്നത് അവള്. ഇങ്ങനെ തന്നെ നിക്കണം അവള് പറഞ്ഞ. സായി ജോൺ ഡ്യൂട്ടി. സുഖായിനി. ഞാൻ ദോശ കഴിക്കട്ടെ. ദോശയും ചിക്കൻ കറിയും ചെറുപയറും ചമ്മന്തി. അത് സൂപ്പറായിട്ടുള്ള. നീ സൂപ്പറാ. അതാ പറഞ്ഞ സലൂണിലേക്ക് വിട്ടോ. ഇവരെല്ലാം ഭയങ്കര ആവേശത്തിൽ ഏതോ ബന്ധു വന്ന പോലെ വിളിച്ചു കൂവുന്നേ. നോക്കുമ്പോ 2 ആട് കയറി വന്നു. ഞാൻ വിചാരിച്ചു നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതോ ബന്ധുവോ ആരെങ്കിലും വരുന്നുണ്ട്. നിങ്ങളെ ഒച്ചേട്ടൻ ഇതാരാ? ഇത് എവിടുത്തേതാ? ആരുടേതാ? തിരിച്ചു കുത്താൻ വരുന്ന നല്ല ഭംഗിയുണ്ടല്ലോ അതിനെ കാണാൻ. ഓക്കെ, അത് നിങ്ങളെ കടിക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങളിങ്ങോട്ട് അതിനൊന്നും കിട്ടുകൊടുക്ക്. ഇന്ന് ഇളനീര് കഴിച്ചിട്ടില്ല. ഇന്നത്തെ ഇളനീര് അത് കൊണ്ടാ. അല്ല, ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം റിച്ചാ. എന്തിന് ഡെയിലി പൊട്ടിയിട്ടില്ല? ഇവിടെ പൊട്ടിക്കാൻ വേണ്ടേ? ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇളനീര് കഴിക്കുന്നതാണ് എന്റെ ഡെയിലി റുട്ടീൻ. കളയല്ലേ? ഇങ്ങ് കളഞ്ഞേ പുറത്തേക്ക് എറിഞ്ഞാ. എനിക്ക് വേണമായിരുന്നു ഇവിടുത്തെ കുടിച്ചു തീർക്കാൻ പോന്ന. വേണ്ട കിട്ടി. കോട്ടേജ് മറിക്കല്ലേ? വേണ്ടാണ്ട് കുടിക്കണം. നിങ്ങക്ക് വാശി പിടിച്ചിട്ട് കുടിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും മതിയടാ. തെണ്ടികളാണ് എല്ലാം. നിനക്ക് വേണോ? ഇതിലെ സാധനം കഴിച്ചോ? നീ കുടിച്ചില്ലേ? അതിന്റെ സാധനം പൊട്ടിച്ചിട്ട് കുടിച്ചോ? ലാസ്റ്റ് കിട്ടിയത് ഇതാ. അത് പക്ഷെ കേടായി പോയിട്ടുണ്ടോ? അതിന് നോക്ക്. അത് ചീഞ്ഞു പോയിന്. അത് പൊട്ടിയതാ പോയതാ. അടുത്തത് അക്ഷയുടെ അങ്കാണ്. അക്ഷയ ഇന്ന് സ്വന്തം വണ്ടി എടുത്തിട്ട് ഇവിടെ വടകരയിലേക്ക് പോവാണ്. അല്ല, കുറ്റ്യാടിയിലേക്ക് പോവാണ്. ഈ വണ്ടിക്ക് ഇപ്പൊ വൈറ്റ് കളറായി തുടങ്ങി. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് വൈറ്റ് ആവും. ബ്ലാക്ക് ആണെങ്കിൽ അമ്മ ചിരിക്കും നോക്ക്. ഇല്ല, കുറച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മാസം കൂടി കഴിഞ്ഞാൽ മൊത്തം വൈറ്റ് ആവും വണ്ടി. പടിഭാഗമായി.
മതിയടി, അത് വൃത്തിയാണല്ലോ, അത് നല്ല നീറ്റായിരുന്നു. അക്ഷയ് ഇന്ന് അക്ഷയുടെ വീട്ടിൽ പോവാണ്. ഞാനിപ്പോ ഇവരെയും കൊണ്ട് അമ്മയുടെ വീട്ടിൽ പോവാണ്. ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് നിന്നെ കാണൂല. പിന്നെ ഞാൻ രാത്രിക്ക് തിരിച്ചു പോകും. ഹാപ്പി ചെടി പോയി വരും. ബൈ ബൈ. പോക്കോ, വണ്ടി എടുത്തിട്ട് ഒരു വ്ളോഗൊക്കെ ചെയ്ത് പോയിക്കോ, നിന്റെ കുറ്റ്യാടി യാത്ര. ഞാൻ എങ്ങനെയെങ്കിലൊക്കെ എത്തട്ടെ. അതിന് കൂടുതൽ പെയിന്റ് ഇനി കളയണ്ട കേട്ടോ. എന്റെ മോളെ, നിനക്ക് ഉള്ള നീളം പോരായിട്ടാണ് നീ ഇത്രയും വലിയ ചെരുപ്പിട്ടേക്കുന്നത്. ഓഫ്, അമ്മമ്മയുടെ വീട്ടിൽ വന്നിട്ടാണല്ലോ. ഇവിടെ ഓടൊക്കെ പിന്നെ എന്താണ് പൊടിയായിട്ട് വീണ് തുടങ്ങിയപ്പോഴേക്ക് അത് മൊത്തം മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി വീട് മരെല്ലാം ഇങ്ങനെ ദ്രവിക്കാൻ തുടങ്ങി. അപ്പൊ കോലും പട്ടികയെല്ലാം മാറ്റിയിട്ട് നമ്മള് വീട് പുതുക്കി പണിയുന്നു. ആ കഴിക്കാം. അതാണ് ഇത്ര കാര്യമായിട്ടൊന്ന് വെച്ചത്. അങ്ങനെ വീടിന്റെ ഓടൊക്കെ മാറ്റി ഇതെല്ലാം പൊടിഞ്ഞു പോയി തുടങ്ങി പോലും. ചരിത്രാതീത കാലം മുതലേ അവശേഷിപ്പാണിത്. ഓടല്ല മോനെ പൊളിയുന്നു. മരം തേച്ച് ഉറക്കുത്തിട്ട് ഇങ്ങനെ വെള്ളം കുടുങ്ങിയിട്ട് ഉറക്കുത്തി ഇങ്ങനെ പോവാ. അതുകൊണ്ട് അമ്മയുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പരിണിത ഫലമായിട്ട് അമ്മ ഫുൾ അലുമിനിയം അല്ലേ ഇത്? അലുമിനിയം മോനെ എല്ലാം അപ്പുറത്താ ഉള്ള മോനെ. അമ്മ കണ്ടെത്തിയ നൂതനമായിട്ടുള്ള പരിഷ്കാരമാണ്. ഇതെല്ലാം എവിടെ ഇട്ടിട്ട് കാണുന്നില്ലേ? നിങ്ങളല്ലേ കോൺട്രാക്ടർ? നിങ്ങളല്ലേ മേലെ ഏകദേശം റെഡിയായി. കോൺട്രാക്ടർ? നിങ്ങളല്ലേ? ഞാൻ തന്നെ. അമ്മ ഇതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് എല്ലാം സെറ്റാക്കി. പിന്നെ ഇവിടെ എല്ലാരും എടുത്തിട്ടുണ്ട്. പിന്നെ പല വീടുകളും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നീ ഇതുവരെ കാണാത്ത അല്ല, അപ്പടമ്മ ഏറ്റെടുത്തല്ലോ. അതെ, ഞാനാ കോൺട്രാക്ടർ. ഞാൻ ആദ്യം മേലെയും അടുക്കള ഭാഗവും വൃത്തിയാക്കണമെന്നുണ്ടായിന്. ഈ രണ്ട് എറിയും പിന്നെ ഈ സെൻട്രൽ ആളും പിന്നെ ഇവരെ നിർബന്ധം അച്ഛൻ്റെയും അമ്മേന്റെയും രാധികേന്റെയും അവരതെല്ലാം നിർബന്ധം കൊണ്ടാണ് എടുക്കുന്നത്. അത് പൊളിച്ചത് ഇവിടുത്തെ ഫോട്ടോസ് ഒക്കെ കളഞ്ഞപ്പോ ഇല്ലാത്ത വെച്ചിട്ടുണ്ട്. അതിനെ തിരിച്ചു വെക്കണ്ടേ? വേണം. അതായത് പ്രധാന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കുരങ്ങ് വീടിന്റെ അകത്തേക്ക് കയറുന്നു. ഓടിന്റെ ഇത് പാളി ഇളക്കിയിട്ട് ഈ പ്രദേശത്ത് കുരങ്ങൊക്കെ വരും ഇടയ്ക്കിടെ. അപ്പോൾ അതിനെ കൊണ്ടാണ് അവരെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിന് പകരം ഓട് കളയാനും വയ്യ. അതുകൊണ്ട് ഓട് ഈ പറയുന്ന പോലെ കഴുക്കോലൊക്കെ മാറ്റി അത് ഇരുമ്പിൻ്റെതാക്കിയിട്ട് ചെയ്യുന്നത്. ഹൈ 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 ബസ് സ്റ്റോപ്പിലേക്ക് നിൽക്കുന്നത് അന്നേരം രണ്ടാണ് കാണിക്കാം. ഞാൻ വിചാരിച്ചു എന്നെ കണ്ടിട്ടായിരിക്കും പിള്ളേർ കൈ കാണിക്കുന്നത്. നോക്കുമ്പോ സായിജ് മാഷിന്റെ പിള്ളേരാ. സ്കൂൾ വിട്ട് വരുന്ന സമയം അല്ലേ? അടിപൊളി. പോയിട്ട് വാ. ഇവിടെ അടുത്തന്നെ വീട്. ടാറ്റ ബൈ ബൈ. വീണ്ടും സന്ധിക്കും വരെ വണക്കം. ബൈ ബൈ. അപ്പോൾ ടാറ്റ. എന്നാ പോയി വരാം. ഓക്കെ, സി യു. ബൈ ബൈ. ബേംബോ. ഇങ്ങനെ വളരെ ഷോർട്ടായിട്ട് 4-5 ദിവസത്തെ വരവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ രാധമോള് പറയാ ഇനി ഒരുപാട് പേരോട് ചാൻസ് ഇറക്കുക, എന്നിട്ട് ചാൻസ് ഒപ്പിച്ചിട്ട് സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾക്ക് വേണ്ടിട്ട് വരിക. നല്ല കാര്യം. കുടുംബത്തിന് നല്ല പ്രതീക്ഷ. ശരി, ബൈ ബൈ. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ. താങ്ക് യു. അപ്പോൾ അടുത്ത വരവിന് ബാക്കി വീഡിയോസൊക്കെ കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.